ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ കുക്ക് വിത്ത് സ്തുതി. അപ്പോൾ ഇന്ന് നമുക്ക് മോഹൻലാൽ സ്പെഷ്യൽ വൈറൽ റെസിപ്പി ഡെസേർട്ടാണ് നമ്മൾ തയ്യാറാക്കുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് കാണുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് വേഗം തന്നെ റെസിപ്പിയിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് തയ്യാറാക്കാനായിട്ട് തുടങ്ങാം. അതിനുവേണ്ടി അടുപ്പിലൊരു പാൻ വെച്ചു. പാനിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂണോളമുള്ള നെയ്യാണ് ഇന്ന് ഒഴിച്ചു കൊടുക്കുന്നത്. നെയ്യ് ഒന്ന് ചൂടായി വരുമ്പോൾ ഞാനൊരു വലിയ നേന്ത്രപ്പഴം 2ആയിട്ട് മുറിച്ചതിന് ശേഷം ഇതേപോലെ കനം കുറച്ച് സ്ലൈസ് ചെയ്തെടുത്തതാണ്. അത് ഇതേപോലെ ഒന്ന് നിരത്തി വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്ത് നല്ല രീതിയിലൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇവിടെ കണ്ടോ, നമ്മളുടെ ആ ഒരു ബനാന നല്ല രീതിയിലൊന്ന് വഴറ്റി 2 സൈഡും നല്ല രീതിയിലൊന്ന് മൊരിച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇത് മതി. ഈ ഒരു പരുവാകുമ്പോൾ ഞാനിതിലേക്കൊരു 1/4 കപ്പിനും താഴെ ശർക്കരപ്പൊടിയാണ്. ഇതിൽ അഴുക്കൊന്നും ഇല്ലാത്ത ശർക്കരപ്പൊടി ആയതുകൊണ്ടാണ് ഞാൻ ഡയറക്റ്റ് ചേർത്ത് കൊടുത്തത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ശർക്കര ഉരുക്കി അരിച്ചതിന് ശേഷം ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ല രീതിയിൽ നമുക്കൊന്ന് മിക്സ് ചെയ്യുമ്പോഴത്തേക്ക് ആ ഒരു ശർക്കരപ്പൊടിയൊക്കെ ഒന്ന് അലിഞ്ഞ് റെഡിയായി വരും. അപ്പോൾ നല്ല രീതിയിൽ നമുക്കിതൊന്ന് കോട്ട് ചെയ്തെടുക്കാം. അപ്പോൾ എടുക്കണ്ട, ശർക്കരപ്പാനി നല്ല രീതിയിൽ ആ ഒരു ബനാനയിലൊക്കെ പിടിച്ച് നല്ല റെഡിയായി വന്നിട്ടുണ്ട്. ഈ ടൈമിലേക്ക് ഞാൻ ഒരു പിടിയോളമുള്ള നല്ല ഫ്രഷ് നാളികേരം ചിരകിയതാണ്, അതൊന്ന് ചേർത്ത് കൊടുക്കുക. ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും ഈ നാളികേരം ഇതിലേക്കിട്ട് നല്ല രീതിയിൽ എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഇവിടെ കണ്ട നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുത്താൽ നമ്മുടെ ഈ ഒരു റെസിപ്പിയുടെ ഹാഫ് പാർട്ട് ഒന്ന് റെഡി ആയിട്ടുണ്ട്. ഇത് മതി. ഇനി നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്തതിന് ശേഷം ചൂടോടുകൂടി തന്നെ ഒരു സെർവിങ് പ്ലേറ്റ് വെച്ച് അതിലേക്കൊന്ന് സെർവ് ചെയ്ത് കൊടുക്കാം. സെർവ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ടേസ്റ്റ് കൂടുന്ന ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് ആണ് ഐസ്ക്രീം. ഞാനിതിലേക്ക് ഒരു 2 സ്കൂപ്പ് ഐസ്ക്രീം ഇതേപോലെ ഒന്ന് വെച്ച് കൊടുക്കുക. വെച്ച് കൊടുത്തതിന് ശേഷം ഞാൻ ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഹണിയും കൂടെ ഒഴിച്ച് ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കുക. ഡെക്കറേറ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഇതെല്ലാം കൂടെ ആ ഒരു ബനാനയും നാളികേരവും ഐസ്ക്രീമും ഹണിയുടെ എല്ലാം കൂടെ ഒരുമിച്ചെടുത്ത് കഴിച്ചാൽ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു സൂപ്പർ റെസിപ്പിയാണ്. മസ്റ്റ് ട്രൈ ആണ്. എല്ലാവരും തയ്യാറാക്കി നോക്കുക. അപ്പോൾ ഇതേപോലെ ഒരു പുതുപുത്തൻ റെസിപ്പിയിലൂടെ കാണുന്നിടം വരെ ബൈ ബൈ, ടേക്ക് കെയർ.